നമസ്കാരം. ചാറ്റ് വിത്ത് ഗ്രൗണ്ട് ബ്രേക്കറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ബി ശ്രീജൻ സാറാണ്. സാറിന്റെ 25 വർഷത്തെ മാധ്യമ പ്രവർത്തനങ്ങളിൽ സാർ എന്തൊക്കെയാണ് ഫേസ് ചെയ്തതെന്നും സാർ എന്തൊക്കെ എക്സ്പീരിയൻസ് ആണ് അതിൽ നിന്നുണ്ടായെന്നും നമുക്ക് സാറിനോട് തന്നെ ചോദിച്ചറിയാം. ഹായ് സാർ. സാർ ഇപ്പോൾ 25 വർഷത്തെ എക്സ്പീരിയൻസിലൂടെ കടന്നു വന്നേക്കുന്നതാണ്. അപ്പോൾ സാർ ആദ്യം പറയുകയുണ്ടായി സാർ ആദ്യം പ്രിന്റിലാണ് വർക്ക് ചെയ്തതെന്ന്. അത് കഴിഞ്ഞിട്ടാണ് ദ ഫോർത്തിന്റെ ഡയറക്ടറായിട്ട് വന്നത്. അപ്പോൾ ആ ഒരു ചേഞ്ചിലേക്ക് എന്താണ് സാറിന് പറയാനുള്ളത്? അതായത് നമ്മുടെ മീഡിയയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ പാരലലി നടക്കുന്നുണ്ട്. ഞാൻ പഠിച്ചിറങ്ങിയ കാലത്ത് പ്രിന്റ് ആയിരുന്നു പ്രോമിനന്റ് മീഡിയം. അപ്പം പ്രിന്റ് വിഷ്വൽ അപ്പോഴും ബഡ് ചെയ്ത് വരുന്നേ ഉള്ളൂ. വിഷ്വൽ ഉണ്ട്, പക്ഷെ ന്യൂസ് ചാനൽസ് എന്ന കൺസെപ്റ്റ് തുടങ്ങുന്ന വർഷങ്ങളായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കുള്ള പ്രൈമറി ജോബ് ഓപ്പർച്യൂണിറ്റി ഒരു ജേർണലിസ്റ്റ് ആകണമെങ്കിൽ പ്രിന്റിൽ ജേർണലിസ്റ്റ് ആകുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ പ്രിന്റ് മീഡിയയിലേക്ക് പോവുക ചെയ്ത്. പിന്നീട് ഇപ്പോൾ അറിയാമല്ലോ, നമ്മുടെ പ്രിന്റ് മീഡിയയുടെ ഒരു ഡിക്ലൈൻ ഫേസ് ആണ്. ഈവൻ ചാനൽസിന് പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ട്രാക്ഷൻ ഇല്ല. സാച്ചുറേഷൻ പോയിന്റിലാണ് ന്യൂസ് ചാനൽസ് നിൽക്കുന്നത്. ഡിജിറ്റലിലാണ് ഹാപ്പനിങ് സ്പേസ് എന്ന് പറയുന്നത്. ഡിജിറ്റലാണ്, സോഷ്യൽ മീഡിയ ആണ് ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം നമ്മൾ എന്താ സംഭവിച്ചത്, ഞാനിപ്പോൾ 2 years ആയിട്ടാണ് ഈ ഡിജിറ്റൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നത്. പ്രിന്റിൽ അതുവരെ 23 വർഷത്തോളം പ്രിന്റിൽ നിന്നിട്ട് ട്രാൻസിറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് വന്നതാണ്, ഡിജിറ്റലിലേക്ക് വന്നതാണ്. എന്നെ സംബന്ധിച്ച് ഈ മീഡിയം മാറുന്നു, അല്ലെങ്കിൽ എൻ്റെ ഒരു കരിയർ ഞാൻ കാണുന്നത് ഇനി ഒരു 10-15 വർഷം കൂടെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റണമെന്നാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ ഡിജിറ്റലിലേക്ക് മാറുക, ഡിജിറ്റലിലൊരു എക്സ്പെർട്ടൈസ് ഉണ്ടാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഭാവി തന്നെ അവതാളത്തിലാകുന്ന ഒരു തോന്നൽ വന്നപ്പോഴാണ് ഡിജിറ്റൽ ശ്രമിക്കാമെന്ന് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഇപ്പൊ ഡിജിറ്റലിലോട്ട് മാറിയെന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഇനി അങ്ങോട്ടുള്ള ഒരു ജനറേഷനിൽ ഇതിലും വലിയൊരു ചേഞ്ചസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം നമ്മളിത് കാലാകാലങ്ങളിൽ നോക്കിയാൽ ഈ ടെക്നോളജിയുടെ ഒരു മാറ്റം എല്ലാ കാലത്തും മീഡിയയെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ പത്രങ്ങളുടെ നിർമ്മാണത്തിലുണ്ടായ മാറ്റങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുന്നതാണല്ലോ. പഴയ കല്ലച്ച് മുതൽ തുടങ്ങി ഇപ്പോൾ ഏറ്റവും അവസാനം വളരെ നിമിഷ നേരം കൊണ്ട് പേജ് ചെയ്ത് പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആ ടെക്നോളജി മാറി. പാരലലി റേഡിയോ വരുന്നു, ടെലിവിഷൻ വരുന്നു, ഇൻ്റർനെറ്റ് വരുന്നു. അപ്പോൾ ഇനിയും പുതിയ ഇൻവെൻഷൻസ് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഈ മീഡിയം മാറും. പക്ഷേ മീഡിയം മാറുന്നതനുസരിച്ച് പക്ഷേ നമ്മൾ മാറണം, നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ത്രെട്ട് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ പറയുകയുണ്ടായല്ലോ സോഷ്യൽ മീഡിയയുടെ വളർച്ചകൾ. അപ്പൊ ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർ, നേരത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിലൂടെ പോകുന്ന ഒരു ജനറേഷൻ ആയിരുന്നു. അത് മാറി പതിയെ ഇൻസ്റ്റാഗ്രാമായി. അപ്പൊ മാക്സിമം ഒരു യൂത്ത് ജനറേഷൻ ആണെങ്കിലും അഡൽട്ട് ജനറേഷൻ എല്ലാവരും ആ ഒരു ഇൻസ്റ്റയിലോട്ട് അഡാപ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അറിയാൻ പറ്റിയത് നമുക്ക് ഡിസ്കോ എന്നുള്ളൊരു ആപ്പിലോട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒരു സോഫ്റ്റ്വെയറിലോട്ടാണ് പിള്ളേരുടെ ഓരോരുത്തരുടെയും മീൻസ് അപ്ഡേറ്റഡ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് സാറിന് പറയാനുള്ളത്? ഈ വാർത്ത ക്യാരി ചെയ്യുന്ന വെഹിക്കിളായിട്ട് മാത്രം നമ്മൾ ഈ മീഡിയത്തിനെ കാണുക എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ നമ്മൾ പ്രിന്റ് വരുന്നു, ചാനൽ വരുന്നു, അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയ ഈസ് എ വെഹിക്കിൾ ടു ക്യാരി അവർ കണ്ടന്റ്. അത്രയും രീതിയിൽ നമ്മൾ കണ്ടാൽ മതി. അപ്പം നിങ്ങളുടെ കോണ്ടന്റ് തന്നെയാണ് ഇതിൽ എപ്പോഴും ഡിസൈഡിങ് ഫാക്ടർ. കോണ്ടന്റ് ഈസ് എ കിങ് എന്ന് പണ്ട് ബിൽ ഗേറ്റ്സ് പറഞ്ഞ അതേ സാധനം തന്നെയാണ് ഇപ്പോഴും റെലവൻ്റ് ആയിട്ടുള്ള സാധനം. നമ്മളുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച്, നമ്മുടെ ഒരു ടെക്നോളജിയോടുള്ള അഡാപ്റ്റബിലിറ്റി അനുസരിച്ച് ഓരോ പീരീഡിൽ ഈ മീഡിയം മാറുന്നു. ഇപ്പം ഞങ്ങളൊക്കെ തന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു 2 വർഷം മുമ്പ് വരെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം വരെയൊക്കെ ഫേസ്ബുക്കിലായിരുന്നു ഞങ്ങളുടെ ഒരു കണ്ടന്റിന് ഏറ്റവും കൂടുതൽ ട്രാക്ഷൻ കിട്ടുന്ന ഒരു സാധനം. ഇപ്പോൾ പെട്ടെന്ന് ഫേസ്ബുക്ക് അങ്ങ് ഡൈ ഡൗൺ ചെയ്തിട്ട് ഇൻസ്റ്റയിൽ ന്യൂസ് ഇല്ലായിരുന്നു. ഇപ്പോൾ നിങ്ങൾ 2 വർഷം മുമ്പ് നോക്കിയാൽ ന്യൂസ് കണ്ടന്റ് ഒന്നും ഇൻസ്റ്റയിൽ ഒരു ട്രാക്ഷനും കിട്ടുമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇൻസ്റ്റയിൽ നന്നായിട്ട് ന്യൂസിന് ട്രാക്ഷൻ കിട്ടുന്നുണ്ട്. അതേസമയം യൂട്യൂബ് ആസ് എ ക്രെഡിബിൾ ന്യൂസ് സോഴ്സ് എന്ന നിലയിൽ വളരുന്ന കുറേ രാജ്യങ്ങളുണ്ട്. ആഫ്രിക്കൻ കൺട്രീസ് ഉണ്ട്. അതുപോലെ ഒരു കൺട്രിയാണ് ഇന്ത്യയിൽ. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ തോംസൺ റോയിട്ടേഴ്സിൻ്റെ ഡിജിറ്റൽ മീഡിയ സർവേയിൽ 51% ആൾക്കാർ യൂട്യൂബിൽ നിന്ന് ന്യൂസ് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരാണ് ഡിജിറ്റൽ യൂസേഴ്സിൽ. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റയെക്കാളും ഒക്കെ ന്യൂസിന് ക്രെഡിബിൾ ആയിട്ടുള്ള മീഡിയം യൂട്യൂബാണെന്ന് വരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഈ ഇൻസ്റ്റയുടെയൊക്കെ ഒരു ഏജ് പ്രൊഫൈലിംഗ് നോക്കിയാൽ, ഇപ്പോൾ ഞങ്ങളുടെ ദ ഫോർത്തിൻ്റെ പ്രൊഫൈലിംഗ് നോക്കുമ്പോൾ ഇൻസ്റ്റയിൽ നമുക്ക് നല്ല ഫോളോവേഴ്സ് ഉണ്ട്. ഞങ്ങളൊരു 130K ഫോളോവേഴ്സുള്ള ഹാൻഡിലാണ് ഞങ്ങളുടേത്. പക്ഷേ അതിൽ നമ്മൾ ഏജ് പ്രൊഫൈലിംഗ് നോക്കിയാൽ എബവ് 30 ആണ് അപ്പോഴും വരുന്നത്. നമ്മൾ ഇൻസ്റ്റ കുറച്ചുകൂടെ ടീൻ അല്ലെങ്കിൽ യങ് 20s ആൾക്കാരെന്ന് കരുതപ്പെടും. ഞങ്ങളെ ഫോളോ ചെയ്യാൻ വരുന്ന ഇൻസ്റ്റയിലുള്ള 30+ ആയ ആൾക്കാരാണ്. അപ്പോൾ സീരിയസ് ന്യൂസ് കണ്ടന്റ് കാണാൻ വരുന്നത് അവിടെയും. അപ്പോൾ അതിലും ചെറിയ ആൾക്കാർ വേറെ എവിടെയുണ്ട്. അവിടെ പോയിട്ട് ഇപ്പോൾ ഞങ്ങൾ ജോഷ് എന്ന് പറഞ്ഞ ആപ്പുണ്ട്. ജോഷ് അറിയാം. ജോഷ് ഭയങ്കര ടീനേജേഴ്സിൻ്റെ ഇടയിൽ പോപ്പുലർ ആയിട്ടുള്ള ടിക്ടോക്കിനൊക്കെ പകരമായിട്ടുള്ളൊരു ജോഷാണ്. പക്ഷേ നമ്മുടെ ആരുടെയൊന്നും ഫോണിൽ ജോഷ് ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങൾക്ക് ജോഷിൽ നല്ല ഫോളോയിങ് ഉണ്ട്. ഞങ്ങൾ റീലിടുമ്പം ജോഷിൽ ട്രാക്ഷൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഡിസ്കോം എന്ന് പറയുന്നത് വളരെ ടീൻസ് ആയിട്ടുള്ള കുട്ടികൾ
ഇപ്പോൾ വ്യാപകമായി ഉപയോഗിച്ച് കൊടുക്കുന്ന ഒരു മീഡിയ. അപ്പോൾ ഞങ്ങളിപ്പോൾ ആലോചിക്കുന്ന അവിടേക്ക് എങ്ങനെ നമ്മളെ ന്യൂസ് കൺവേ ചെയ്യാൻ പറ്റും, ആ മീഡിയ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അവിടെ ചെന്നിട്ട് നമ്മൾ പറയേണ്ടത് നമ്മളിപ്പോൾ ഇവിടെ പറയുന്ന സാധനമല്ല, അതിൻ്റെ ലാംഗ്വേജ് മാറും. നിങ്ങൾ യൂട്യൂബിൽ കൊടുക്കുന്ന വീഡിയോ ആയിരിക്കത്തില്ല നമ്മൾ ഇൻസ്റ്റയിൽ കൊടുക്കുന്നത്. ഇൻസ്റ്റയിൽ നിങ്ങൾ യൂട്യൂബിൽ 5 മിനിറ്റ് പറയുന്ന സാധനം നിങ്ങൾ 90 സെക്കൻഡ്സിന് താഴെയുള്ള റീലാക്കിയിട്ട് അതിൽ കുറച്ചുകൂടെ നമ്മൾ മറ്റു മീഡിയ ടെക്നിക്സ് ഉപയോഗിച്ച് റീലിൻ്റെ ഒരു ഫോമാറ്റ് ആക്കി അവിടെ ആ രീതിയിൽ പറയണം. നമ്മുടെ ഫോക്കസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കോണ്ടന്റ് ക്രിയേറ്റേഴ്സാണ്. ഇപ്പം ഞാൻ പറഞ്ഞ ജേർണലിസ്റ്റുകൾക്ക് ഉപരി കോണ്ടന്റ് ക്രിയേറ്റേഴ്സാണ്. അപ്പോൾ ഒരു മീഡിയത്തിന് നമ്മുടെ വിൽക്കേണ്ട കണ്ടന്റ് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ വിൽക്കേണ്ടതെന്ന് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മളൊരു കൊമേഴ്സ്യൽ മീഡിയ നിൽക്കുന്നുണ്ടാണ്. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കോണ്ടന്റ് എന്താണെന്ന് തീരുമാനിച്ച് ആ മീഡിയത്തിന് സ്യൂട്ട് ചെയ്യുന്ന ലാംഗ്വേജിലും ഫോമാറ്റിലും നമ്മൾ അതിനെ ട്വീക്ക് ചെയ്യണം. അപ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു ട്രാക്ഷൻ കോൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്താൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങളുടെയൊക്കെ ഒരു അറ്റംപ്റ്റ് ഇപ്പോൾ അങ്ങനെയാണ്. ഞങ്ങളുടെ ഒരു സ്റ്റോറിക്ക് തന്നെ ഞങ്ങൾ പല വെർഷനും ഉണ്ടാകും. അതെ, ഇപ്പൊ യൂത്തിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവർ ഷോർട്ട് സ്റ്റോറീസ് മീൻസ് ആ ഒരു കോൺസെൻട്രേറ്റഡ് ടൈം സമയമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പം ഡിജിറ്റലി നോക്കിയാലും ഇൻഷോട്ട്സ് ഒക്കെ പോലുള്ള ആപ്പാണ്. എല്ലാവരും ആരും പത്രം വായിക്കില്ല, അല്ലെങ്കിൽ ആരും അവരുടെ വെബ്സൈറ്റിലേക്ക് പോകുന്നില്ല. പക്ഷേ എല്ലാവർക്കും ഇൻഷോട്ട്സ് ഉണ്ടാവും. നിങ്ങൾ 60 വേർഡ്സിൽ ആ സ്റ്റോറി പറയുവാണ്. അപ്പോൾ അതേപോലെ തന്നെ 60 സെക്കൻഡ്സിൽ പറയാൻ പറ്റും. അപ്പോൾ ഞങ്ങൾക്ക് റീൽ ബുള്ളറ്റിൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. ഞങ്ങൾ 59 സെക്കൻഡിൽ 6 വാർത്ത ഹെഡ്ലൈൻസ് പറയും. കൃത്യമായി നിങ്ങൾക്ക് അറിയേണ്ട 59 സെക്കൻഡ്സിൽ പറയും. അപ്പോൾ നിങ്ങൾ ഒത്തിരി നിങ്ങൾ നോക്കിയാൽ നമ്മൾ ട്രഡീഷണൽ ഒരു ചാനലിലെ 23 മിനിറ്റ് ഒക്കെയാണ് ബുള്ളറ്റിൻ പോകുന്നത്. അരമണിക്കൂർ ബുള്ളറ്റിൽ പരസ്യമൊക്കെ കഴിഞ്ഞ് 23 മിനിറ്റ്സ് ഉണ്ട്. ഈ 23 മിനിറ്റ്സിൽ സാധാരണഗതിയിൽ 9 or 10 വാർത്തയെ പോകത്തുള്ളൂ. അപ്പം ഞങ്ങൾ 59 സെക്കൻഡ്സിൽ 6 വാർത്ത കൊടുക്കും. അപ്പോൾ അതാണല്ലോ കുറച്ചുകൂടെ നിങ്ങൾ എന്തിനാണ് 23 മിനിറ്റ് കളയുന്നത് എന്നുള്ള ഒരു സാധനം ഞങ്ങൾ അങ്ങോട്ട് മാറുവാണ്. അപ്പോൾ നിങ്ങൾ 15 സെക്കൻഡ്സ് വരും, ഇത് കാണും. ഇപ്പൊ യൂട്യൂബിന്റെ കേസ് പറഞ്ഞല്ലോ, യൂട്യൂബിലും അച്ച് നോക്കുമ്പോൾ ബാക്കി സോഷ്യൽ മീഡിയ ആപ്സ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്കിന്റെ ഇപ്പോൾ താഴ്ന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും മീൻസ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മോണിറ്റൈസേഷൻ എങ്ങനെയാണ്? അവിടെയുള്ള ഒരു പ്രശ്നം അതാണ്. ഇപ്പോൾ യൂട്യൂബ് ആണെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ ഉണ്ട്. നമ്മുടെ കണ്ടന്റ് കാണുന്നതനുസരിച്ച് കാണുന്ന ആൾക്കാരുടെ എണ്ണവും കാണുന്ന വാച്ചിങ് അവേഴ്സും അനുസരിച്ച് നമുക്ക് റവന്യൂ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇൻസ്റ്റാഗ്രാമിന് ഇപ്പോഴും വയബിൾ ആയിട്ടുള്ളൊരു മോണിറ്റൈസേഷൻ മോഡൽ ഇല്ല. ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ മോണിറ്റൈസ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് അവർ പറയുന്നത്. പക്ഷേ ഫേസ്ബുക്കിൽ മോണിറ്റൈസേഷൻ ഉണ്ട്. പക്ഷേ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു അവർ ഫേസ്ബുക്കിൽ ന്യൂസ് അധികം ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഒത്തിരി ഹേർഡിൽസ് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ ഫേസ്ബുക്കിൻ്റെ വ്യൂ കുറയുന്നതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. പക്ഷേ ഇൻസ്റ്റയിൽ അതനുസരിച്ച് കൂടുന്നെങ്കിലും ആ ഒരു മോണിറ്റൈസേഷൻ കമ്പണൻറ്റ് ഇൻസ്റ്റയിൽ ആബ്സെൻ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് പ്രചാരമുണ്ട്, നിങ്ങൾ ആളുകളിലേക്ക് എത്തുന്നുണ്ട്, അങ്ങനെ ഒരു നിങ്ങൾക്ക് ബേസ് ഉണ്ടാക്കാം. പക്ഷെ അത് കാരണം നിങ്ങളുടെ മറ്റൊരു വഴി ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റയിൽ ഉള്ളതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ലെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഞങ്ങളൊക്കെ ചെയ്യുന്ന അപ്പോൾ ഇൻസ്റ്റയിലെ റീലിലൊക്കെ ഞങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് അല്ലാതെ ക്യാരി ചെയ്യുന്നുണ്ട്. നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് കൂടെ ഇൻക്ലൂഡ് ചെയ്യും ആരുടെയെങ്കിലും. അപ്പോൾ ഞങ്ങൾക്ക് പറയാം ഞങ്ങളുടെ ഒരു റീലിന് ആവറേജ് നിങ്ങൾക്ക് 1 lakh വ്യൂവർഷിപ്പ് ഉണ്ട്. സോ നിങ്ങളുടെ ഒരു 10 സെക്കൻഡ് ആഡ് ഞങ്ങളുടെ ഒരു 60 സെക്കൻഡ് റീലിൽ 50 സെക്കൻഡ് ഞങ്ങളെ കണ്ടന്റ് 10 സെക്കൻഡ് ആഡുമായിട്ടൊരു കോംബോ ആയിട്ട് ഞങ്ങൾ വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവറേജ് വ്യൂവർഷിപ്പ് ഇതുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ അഡ്വർടൈസ്മെന്റ് ഇപ്പോൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു റവന്യൂ മോഡലാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടന്റ് പ്രൊവൈഡർ തന്നെ അല്ലെങ്കിൽ കണ്ടന്റ് കാരിയർ തന്നെ നമുക്ക് റവന്യൂ തരണം നമ്മൾ വാശി പിടിക്കേണ്ട. ഞങ്ങളിപ്പോൾ റീലിൽ ഇതുപോലെ എക്സ്റ്റേണൽ ആർട്സ് ഒക്കെ ഇപ്പോൾ ക്യാൻവാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സാധനം കിട്ടുമ്പോൾ നമുക്ക് വേറൊരു റവന്യൂ മോഡലാണ്. നിങ്ങൾ കണ്ടന്റ് കാരിയർ തന്നെ നമുക്ക് റവന്യൂ തരണം നമ്മൾ വാശി പിടിക്കുന്നില്ല. നമുക്ക് ആ പ്രചാരം ഉപയോഗിച്ച് ആ ട്രാക്ഷൻ ഉപയോഗിച്ച് നമുക്ക് വേറെ റവന്യൂ മോഡൽസ് ഡിവൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ ഇന്നോവേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു മീഡിയയുടെ വലിയ ചാലഞ്ച്. നിങ്ങൾ പറയുന്ന പോലെ ഒരു വർഷം മുമ്പ് ആലോചിച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ ന്യൂസ് വിൽക്കാൻ പറ്റുമെന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ വിട്ടു തുടങ്ങിയപ്പോൾ അവിടെ മോണിറ്റൈസേഷൻ ഇല്ല എന്നൊരു ചലഞ്ച്. അത് നമ്മൾ എങ്ങനെ മറികടക്കും നോക്കാം. നമ്മൾ അവിടെ ഒരു കാർഡ്സും സാധനമൊക്കെ ഇൻസേർട്ട് ചെയ്ത് അത് വേറെ റവന്യൂ മോഡലാക്കാൻ പറ്റുമെന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതൊരു ഡെയിലി ചലഞ്ചാണ്. നിങ്ങൾ ഇന്നോവേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇംപ്രൂവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ള ഒരു ഡെയിലി ചലഞ്ചാണ് ഇപ്പം മീഡിയയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇപ്പോൾ പറയണ്ടായല്ലോ ജോഷിന്റെ കാര്യം പറഞ്ഞു, ജോഷ് ആപ്പിന്റെ കാര്യം. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പം കൂടുതലും യൂത്തുകാർ അതിലാണ് ഫോക്കസ് ചെയ്ത് കാണുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂസിന്റെ പ്രൊഡക്ഷൻ ആണെങ്കിലും ആ ഒരു റീൽ ഫോർമാറ്റ് ആണെങ്കിലും ജോഷിലോട്ട് കൊണ്ടുവന്നാൽ കുറെ യൂത്തിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അട്രാക്ഷൻ കിട്ടൂലേ? കിട്ടും. ഞാൻ ഈ പറഞ്ഞ മോഡൽ തന്നെ അഡ്വർടൈസ്മെന്റ് റവന്യൂ അവിടെ ജോഷ് നമുക്ക് മോണിറ്റൈസ് ചെയ്യാത്ത മീഡിയ ആണ്. പക്ഷെ ജോഷിലെ റീൽസിൽ നമുക്ക് ഇതുപോലെ അഡ്വർടൈസ്മെന്റ് ക്യാരി ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പറയും നിങ്ങൾ ഈ പറയുന്ന പോലെ ഇപ്പം നിങ്ങളുടെ കുട്ടിക്കാനം മരിയൻകുളയിൽ അഡ്മിഷൻ്റെ ഒരു സാധനമാണെങ്കിൽ നിങ്ങൾക്ക് ജോഷിൽ ഞങ്ങൾക്ക് എത്രയും ഫോളോവേഴ്സ് ഉണ്ട്. ജോഷിലാണ് നിങ്ങളെ +2 കഴിഞ്ഞ കുട്ടികൾ കൂടുതലുള്ളത്. സോ നിങ്ങളുടെ കോളേജിൽ അഡ്മിഷൻ്റെ അഡ്വർടൈസ്മെന്റ് ഞങ്ങൾക്ക് തരും, ഞങ്ങൾ ജോഷിൽ ക്യാരി ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് നിങ്ങൾക്ക് വിൻ വിൻ സിറ്റുവേഷൻ ആണ്. ഇപ്പോൾ കോളേജിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വേറൊരു ട്രഡീഷണൽ മീഡിയയിലൂടെ ലെഗസി മീഡിയയും വായിച്ച് ഈ വിവരം അറിയാത്ത കുട്ടികൾ ഇവിടെ ഇങ്ങനെ ഒരു കോളേജ് ഉണ്ടെന്ന് ഈ കോളേജ് കോഴ്സ് ഉണ്ടെന്ന് അറിയുന്നു. അവരുടെ മീഡിയത്തിൽ പോയിട്ട് നമ്മൾ പറയുന്നു, അവരുടെ സർക്കിളിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് ടി വി വിവരം പറയുവാണ്. അപ്പോൾ അവർ കാണുന്ന തരം കണ്ടന്റാണ് നമ്മളവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് അവർ സ്കിപ്പ് ചെയ്യില്ല. അത് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ വ്യൂവർഷിപ്പ് കിട്ടും, നിങ്ങൾ ഞങ്ങൾ തരും, അത്ര വരെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പൊ AI-യുടെ വളർച്ചയാണല്ലോ ഈ ഒരു നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ AI-യുടെ വളർച്ചയിലൂടെ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? നമ്മളിപ്പോൾ ഒരു ഒത്തിരി ജോലി കണ്ടന്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമുക്ക് ചാറ്റ് GPT അറിയാം, ഡാലിയൊക്കെ പോലുള്ള സോഫ്റ്റ്വെയർസ് അറിയാം. അതായത് വിഷ്വലും ടെക്സ്റ്റുമായിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഈ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഇല്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ AI ചെയ്യുന്നുണ്ട്. അതൊരു റിയാലിറ്റിയാണ്. അപ്പം നമ്മൾക്ക് പലപ്പോഴും ഒരു മാൻ പവറിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് 10 പേരെ കൊണ്ട് ചെയ്യിക്കുന്ന ജോലി AI ടൂൾസ് നമ്മൾ വ്യക്തമായി ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 2-3 പേരെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാൻ പറ്റും. ആ ഒരു അവസ്ഥയിൽ ആ ഒരു സാധനത്തിലേക്ക് വരുവാണ്. കാരണം നമ്മൾ പലതും നമ്മൾ ചെയ്യുന്ന ജോലി AI ചെയ്യും. ഈ AI മാനേജ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ മാത്രം മതി നമ്മുടെ ടീമിൽ നിന്നൊരു അവസ്ഥയിലേക്ക് മാറുവാണ് സാധനം. അപ്പോൾ അത് റിയാലിറ്റിയാണ്. നമ്മൾ അടുത്തൊരു ചലഞ്ചിലേക്ക് കടന്നിരിക്കുന്നത് അത് തന്നെയാണ്. ഇപ്പൊ ന്യൂസ് ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു റീല് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൊരു ആങ്കറിനെ കീപ്പ് ചെയ്ത ഒരു ന്യൂസ് പ്രൊഡക്ഷൻ ഉണ്ടാവുമല്ലോ. ഇപ്പൊ AI-യുടെ സാന്നിധ്യത്തിലൂടെ ഇപ്പൊ ഒരു ഇമേജ് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആ റീഡിങ് കൊടുത്തു കഴിഞ്ഞാൽ അവർ സെൽഫ് പ്രൊമോട്ട് ചെയ്യണേണ് സാധനങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള ജോലി സാധ്യതകൾ കുറയുമെന്നുള്ള ഒരു ചാൻസ്. അതായത് ഇപ്പൊ AI ഉപയോഗിച്ച് വാർത്ത വായിക്കുന്നത് മലയാളത്തിൽ ഉൾപ്പെടെ ഇപ്പൊ വ്യാപകമാണ്. ഇപ്പൊ മീഡിയ വണ്ണിൽ AI റീഡർ വെച്ചിട്ട് വാർത്ത വായിച്ചിട്ടുണ്ടായിരുന്നു. ചാനൽ അയാം എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് വളരെ കാലമായിട്ട് AI റീഡർ വെച്ചിട്ട് വാർത്ത വായിക്കുന്നുണ്ട്. പക്ഷേ ആസ് എ വ്യൂവർ എന്ന നിലയിൽ ഇപ്പോൾ എന്നോട് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ഈ AI ബോട്ട് വായിക്കുന്നതിനേക്കാൾ ഒരു ലൈവ് ആങ്കർ വായിക്കുന്നതാണ് കാണാൻ എനിക്കിഷ്ടം, അല്ലെങ്കിൽ കേൾക്കാൻ എനിക്കിഷ്ടം. പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ ചർച്ചകളിലേക്ക് ഇപ്പം നമ്മുടെ ന്യൂസ് ചാനലിൻ്റെ ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും ഈ പ്രോംപ്റ്റർ നോക്കി വായിക്കുന്നത് മാത്രമല്ല, നിങ്ങൾ ലൈവ് ഇവൻറ്റ്സ് ഉണ്ടാകുമ്പോൾ റിപ്പോർട്ടർ നിങ്ങളുടെ അടുത്ത് വരുന്നു, ഒരു എക്സ്പെർട്ട് നിങ്ങളുടെ അടുത്ത് ലോഗിൻ ചെയ്യുന്നു, അവരോട് അപ്പം തന്നെ അതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. അതൊക്കെ എത്രമാത്രം AIക്ക് കഴിയുമെന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയില്ല. നിങ്ങൾ പ്രോംപ്റ്റർ തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റ് AI വായിക്കും. പക്ഷെ പെട്ടെന്നൊരു ബ്രേക്കിംഗ് സ്റ്റോറി ഉണ്ടാകുന്നു, അവിടെ ഒരു അപകടം നടക്കുന്നു, നിങ്ങളുടെ റിപ്പോർട്ടർ ജോയിൻ ചെയ്യുവാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ പറയണമെങ്കിൽ നിങ്ങൾക്ക് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഉണ്ടായേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ AI-യോട് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് അങ്ങനെ ആകണം. കാരണം നിങ്ങളുടെ ബുള്ളറ്റിൻസ് ഒക്കെ അങ്ങനെ ഇൻ്ററാക്റ്റീവ് മോഡിലേക്ക് നമ്മളങ്ങ് മാറുവാണ്. അപ്പോൾ നിങ്ങൾ ഇൻ്ററാക്റ്റീവ് ആകുമ്പോൾ കുറേ കൂടെ ലൈവ് ആകും. അപ്പോൾ കുറേ കൂടെ ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ് അതിലുണ്ടാകും. നിങ്ങൾക്ക് കാണുന്ന ആൾക്കും കുറച്ചുകൂടെ. മറ്റേത് വളരെ ഒരു റോബോട്ടിക് സ്റ്റൈലിൽ പോകുമ്പോൾ നമ്മൾ വളരെ ഇൻ്ററാക്റ്റീവായിട്ട് ബുള്ളറ്റിൻ റീഫോമാറ്റ് ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ ഏടെ ചലഞ്ച് നമ്മൾ അങ്ങനെയാണ് മറികടക്കുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും മനുഷ്യനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സാധനം തന്നെയാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി പറയാൻ പോകുന്നത്. ക്രിയേറ്റീവ് ജോലികൾ മനുഷ്യൻ തന്നെ ചെയ്യും. ഇപ്പോൾ ചാറ്റ് GPT ഉണ്ടെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കണ്ടന്റിന് വളരെ എന്താ പറയുക ഭയങ്കര ക്യാച്ചി ആയിട്ടുള്ളൊരു ഹെഡ്ലൈൻ എഴുതാൻ അപ്പോഴും ഹ്യൂമൻ വേണ്ടി വരും. ചാറ്റ് GPT അതിലെ വേർഡ്സൊക്കെ വെച്ചിട്ടൊരു സാധനം ഉണ്ടാക്കും. പക്ഷെ നിങ്ങൾ പലപ്പോഴും എന്താ പറയുക നമ്മൾ സ്പോർട്സ് പേജിലൊക്കെ വരുന്ന മനോരമയിലൊക്കെ വരുന്ന അങ്ങനത്തെ ഹെഡ്ലൈൻസ് ഉണ്ടല്ലോ, അതൊരിക്കലും എനിക്ക് തോന്നുന്നില്ല ചാറ്റ് GPTക്ക് ചെയ്യുന്നത്. അതോടെ നമ്മൾ മനുഷ്യൻ്റെ ഒരു ക്രിയേറ്റീവായിട്ട് വരണം. ക്യാ യമാൽ എന്ന് പറഞ്ഞ് കഴിയുമ്പോൾ അവിടുത്തെ യമാലിന്റെ ഗോളിനെ അതൊക്കെ നമുക്ക് പറ്റത്തുള്ളൂ. അതൊരിക്കലും നിങ്ങൾക്ക് ചാറ്റ് GPT ആ ഒരു ഹെഡ്ലൈൻ ഇടില്ല. അപ്പം ഇല്ല, ഇപ്പൊ വൈകാണ്ട് തന്നെ ചാറ്റ് GPTയിൽ ഒരു സ്റ്റോപ്പ് വരുമെന്നോ അല്ലെങ്കിൽ അതിനെക്കാട്ടും കുറച്ചും കൂടെ ഡെവലപ്ഡ് ആയ ഒരു സംഭവം വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇൻ കേസ് ഇപ്പോൾ മാക്സിമം ഇപ്പോൾ മീഡിയ പഠിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ തന്നെ കോളേജ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും മാക്സിമം യൂസ് ചാറ്റ് GPT. അവർക്ക് എന്തെങ്കിലും ഒരു സാധനം വേണ്ടി വന്നാൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സാധനം മേടിക്കുക, അത് അങ്ങോട്ട് സബ്മിറ്റ് ചെയ്യുക. ഇപ്പോൾ അസൈൻമെൻറ്റ്സ് ആണെങ്കിൽ പോട്ടെ, അങ്ങനെ എന്ത് കാര്യങ്ങളാണെങ്കിലും. അപ്പോൾ അതിൻ്റെ ഒരു നിർത്തൽ വന്നു കഴിഞ്ഞാലും നമ്മുടെ എഫേർട്ട് നിന്ന് പോണ പോലത്തെയാണ്. നമ്മൾ എഫേർട്ട് ഇട്ട് ചെയ്യണ കാര്യങ്ങളെല്ലാം ഇപ്പോൾ എഫേർട്ട്ലെസ് ആയിട്ട് ചാറ്റ് GPTയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ വിത്തിൻ സെക്കൻഡ്സ് ആണ് അത് തന്നത്. അപ്പോൾ അതിൻ്റെ കൊണ്ട് നമുക്കൊരു ബാക്ക് ഡൗൺ ഉണ്ടാവുമോ? മീൻസ് തിങ്കിങ് ശരിയാണ്, ഉണ്ടാവും. കാരണം അതൊരു നമ്മുടെ ശീലമാണല്ലോ. നിങ്ങൾ ചിന്തിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിന് അത്രയും ജോലി കുറയുമ്പം ഐഡിയൽ ആവുകയാണ് അവിടെ. അതൊരു ചലഞ്ച് തന്നെയാണ്. അപ്പോൾ കഴിവത് ഞാൻ പറയുന്നത് നിങ്ങളിപ്പോൾ അസൈൻമെൻറ്റ് ചെയ്യുമ്പം അല്ലാതെ ചെയ്യാൻ തന്നെ ശ്രമിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മളെപ്പോഴും അത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരാൾ ഈ അസൈൻമെൻ്റ് ഉള്ളൊരു കൺസെപ്റ്റ് തന്നെ ഇതിൻ്റെ ഒരു ഉത്തരം നിങ്ങൾ എഴുതിക്കൊണ്ട് വരണമെന്നല്ല. അതിനുവേണ്ടി നിങ്ങൾ ഇത്രയും വായിക്കുകയും പഠിക്കുകയും ചെയ്ത് നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ ഹൊറൈസൺ അങ്ങ് വൈഡൻ ആവണം. അതിന് വേണ്ടിയിട്ടാണ് ഈ കൺസെപ്റ്റ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ അപ്പോൾ അതിനെ തന്നെ കില്ല് ചെയ്യുന്ന രീതിയാണ് നിങ്ങൾ ചാറ്റ് GPT കൊണ്ട് എഴുതിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഒരു പ്ലാഗിയറിസമാണത് കൈൻഡ് ഓഫ്. സെയിം ലൈക്ക് ഓക്കെ. അപ്പോൾ ഇപ്പോൾ മീഡിയയുടെ ഒരു ലൈക്ക് ഇപ്പോൾ സാറ് മീഡിയ ഫീൽഡിലൂടെ ഇത്ര നാൾ കടന്നു വന്നു. അപ്പോൾ മീഡിയയുടെ ഒരു ആക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ഇനിയുള്ള ജനറേഷൻ മര്യാദക്ക് അത് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു വെൽ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂലേ? ഇതാണോ AI ആണോ? AI-യുടെ തന്നെയെന്നല്ല, നമ്മളായിട്ട് ഇപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് നമ്മൾ ഒന്നിലും ഇൻഡിപെൻഡന്റ് അല്ലാണ്ട് ഡിപ്പെൻഡബിൾ അല്ലാണ്ട്
നമുക്ക് ഇൻഡിപെൻഡന്റ് സോഴ്സിലൂടെ വർക്ക് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുൻപോട്ട് പോകാൻ കഴിഞ്ഞാൽ മീഡിയ ഒരു ഗ്രേറ്റ് സോഴ്സ് അല്ലേ നമുക്ക് കവർ ചെയ്യാൻ. ഈ കഴിഞ്ഞ ദിവസം ആരുടെ ഒരു ട്വീറ്റ് അത് ഭയങ്കര വൈറലായി പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. ഞാൻ കരുതിയിരുന്നത് AI വരുമ്പോൾ നമ്മുടെ ഈ ഡിഷ് വാഷ് ചെയ്യാനും തുണി അലക്കാനും ഒക്കെ AI വരികയും എൻ്റെ ജോലി ഞാൻ വളരെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് കരുതിയിരുന്നത്. ഇപ്പൊ ഇത് തിരിച്ചായി. എൻ്റെ ജോലിയൊക്കെ ഇത് ഈ ഡിഷ് വാഷ് ചെയ്യലും അലക്കലും ഒക്കെ ഇപ്പോഴും എൻ്റെ തലയിൽ തന്നെയാണെന്ന് പറയുന്ന അവസ്ഥയിലാണ്. അപ്പം നിങ്ങൾ AI എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രശ്നം. അപ്പം ഞാൻ വളരെ കൃത്യമായിട്ട് നമ്മളിപ്പോൾ ഇത്രയും ഇപ്പോൾ നമുക്ക് ഇത്രയധികം മാഗസിൻ ഉണ്ട്. ആൾക്കാർ ഇക്കണോമിസ്റ്റ് ഇപ്പോഴും ആധികാരികമായ മാഗസിൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇക്കണോമിസ്റ്റ് വരുന്ന ഒരു സാധനം ബൈബിളായിട്ട് കാണുന്നു, ഇക്കണോമിസ്റ്റ് വരുന്ന ഒരു സാധനം ഭയങ്കര ഓതോറിറ്റീവ് പീസായി വരുന്നത്? എത്രയോ മാഗസിൻ ഉണ്ട്. അപ്പോൾ അവർ ചെയ്യുന്ന റിസർച്ചും അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്കും അവരുടെ ലാംഗ്വേജും അവരുടെ ഒരു ലേഔട്ട് ഇതെല്ലാമാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. അല്ലാതെ ഇത് മറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എക്സ് എന്ന് പറയുന്ന മാഗസിനും Y എന്ന് പറയുന്ന മാഗസിനും ഒരേ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുവാണ്. പക്ഷെ അതിൽ എക്സിന് ഈ ഒരു യുണീക്നെസ് ഉണ്ടാക്കുന്നത് അവരുടെ ആ ഫീച്ചേഴ്സാണ്. അപ്പോൾ നിങ്ങൾ എത്ര AI വന്നാലും നമ്മുടെ ഒരു ഹ്യൂമൻ ബ്രെയിൻ അതിൻ്റെ സുപ്പീരിയർ ആയിട്ട് നിന്ന് അതിനെ ഔട്ട് സ്മാർട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് നമുക്കുണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട് അവിടെ, നിങ്ങൾക്കൊരു നിലപ്പുണ്ട്. ഓക്കെ, ഇപ്പോൾ വിഷ്വലി അപ്പിയറൻസിൻ്റെ കാര്യം പറഞ്ഞ എൻ്റർടൈൻമെൻ്റ് ആണെങ്കിൽ അപ്പോൾ ഇപ്പോൾ ഓഡിയോ പോഡ്കാസ്റ്റ് രീതികളിലാണെങ്കിൽ അതെങ്ങനെയൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യണത്? ഈ പുതിയൊരു ട്രെൻഡ് അതാണ്. പോഡ്കാസ്റ്റ് കുറച്ച് നാളായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പോഡ്കാസ്റ്റ് നന്നായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. പലരും നേരത്തെ പോഡ്കാസ്റ്റ് ചെയ്യാതിരുന്ന പ്ലാറ്റ്ഫോംസ് ഒക്കെ ഇപ്പം നന്നായി യൂട്യൂബ് ഇപ്പോൾ പോഡ്കാസ്റ്റ് പ്രൊമോട്ട് ചെയ്ത് തുടങ്ങിയത്. നേരത്തെ സ്പോട്ടിഫൈയും നമ്മുടെ ആപ്പിൾ പോഡ്കാസ്റ്റൊക്കെ ആയിരുന്നു. ഇപ്പോൾ പക്ഷേ യൂട്യൂബ് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പോഡ്കാസ്റ്റിന് പുതിയൊരു ട്രാക്ഷൻ ഉണ്ട്. കാരണം ആളുകൾ ഇതിപ്പോൾ ഒരു മൾട്ടി ഫങ്ഷനാലിറ്റി ആണ്. നിങ്ങളിപ്പോൾ വീഡിയോ കാണണമെങ്കിൽ പോലും നിങ്ങൾക്ക് അതൊരു മൾട്ടി ടാസ്കിങ് മോഡിൽ കാണാൻ പറ്റില്ല. നിങ്ങൾ വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കാണണം. പക്ഷേ പോഡ്കാസ്റ്റ് ആകുമ്പോൾ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോഡ്കാസ്റ്റ് കേൾക്കാം. നിങ്ങൾ എന്തെങ്കിലും കിച്ചണിൽ നിൽക്കുമ്പോഴോ തുണി അലക്കുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് സൈഡിൽ പോഡ്കാസ്റ്റ് കേൾക്കാം. അങ്ങനെ പോഡ്കാസ്റ്റിന് അങ്ങനെ ഇപ്പോൾ നിങ്ങളൊരു ഒട്ടും സമയമില്ലാതെ വരുമ്പോൾ നമ്മൾ ഈ പലതും ഈ മൾട്ടി ടാസ്ക് ചെയ്യുന്ന ഒരു രീതിയിൽ ഇപ്പോൾ രാവിലെ മറ്റേ നല്ല എക്കണോമിക് ടൈംസിൻ്റെയൊക്കെ ബിസിനസ് ഷോ ന്യൂസിൻ്റെയൊക്കെ പോഡ്കാസ്റ്റ് ഉണ്ട്. ഇപ്പോൾ രാവിലെയൊക്കെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പം ഇപ്പം അത് കേട്ടിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ അവരുടെ രാവിലെ ആ ഒരു ബിസിനസ് ന്യൂസ് ഈ പറയുന്ന ഒരു പ്രൊഫൈലുള്ള ആൾക്കാരായിരിക്കും. അവർക്ക് രാവിലെ ആ ന്യൂസൊക്കെ ഒരു ജിസ്റ്റിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ വേറെ സമയം കളയേണ്ട. നിങ്ങൾ 1 hour ട്രെഡ്മില്ലിൽ നിൽക്കുന്നു, ആ 1 hour നിങ്ങൾ ഇങ്ങനത്തെ ഒരു സാധനങ്ങൾ കേൾക്കുന്നു. അപ്പോൾ ആ രീതിയിൽ ഒരു എന്താ പറയുക ഒരു ട്രാക്ഷൻ പോഡ്കാസ്റ്റിന് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്ന് വരുന്ന ദിവസങ്ങളിൽ പോഡ്കാസ്റ്റ് വളരെ നല്ല ഒരു പിന്നെ പോഡ്കാസ്റ്റ് പ്രൊഡക്ഷനൊക്കെ കുറച്ചുകൂടി ഈസിയാണ്. നിങ്ങൾക്ക് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യുന്ന എഫേർട്ട് ഇല്ല. സൗണ്ട് ഇത് എഡിറ്റ് ചെയ്യാനും പലപ്പോഴും ലൈവ് പോഡ്കാസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റും. കുറച്ചുകൂടി ഈസിയാണ്. ഫോണിലൊക്കെ ആ ടെക്നോളജി കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പ്ലാറ്റ്ഫോംസ് ഭയങ്കര പോപ്പുലറാണ്. ഇപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഫോണിൽ സ്പോട്ടിഫൈ ഉണ്ടാകും, അല്ലെങ്കിൽ സംതിങ് ലൈക്ക് ദാറ്റ് ഗൂഗിൾ മ്യൂസിക് ഉണ്ടാകും. അപ്പോൾ അതിലൂടെ പോഡ്കാസ്റ്റ് വരുവാണ്, ബണ്ടിൽ ചെയ്ത് വരുവാണ്. നിങ്ങൾക്ക് അത് കേൾക്കാൻ എളുപ്പമാണ്, കിട്ടും. ഇപ്പൊ റേഡിയോന്റെ ആണെങ്കിലും എന്തൊക്കെ സെയിം തന്നെയാണല്ലോ. റേഡിയോന്റെ ഒരു വിഷ്വലൈസിംഗ് ആണെങ്കിലും ഒരു എന്റർടൈൻമെന്റ് കോൺവെർസേഷൻ ആവട്ടെ, ന്യൂസ് ആവട്ടെ, എല്ലാത്തിലും അതിൽ തന്നെ ഒരു ഇന്റർവ്യൂ കോൺവെർസേഷൻ എല്ലാം കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പൊ പോഡ്കാസ്റ്റും റേഡിയോ ഒരു പ്രൊഡക്ഷനും തമ്മിൽ എന്തെങ്കിലും ക്ലാഷോ അല്ലെങ്കിൽ ചാലഞ്ചസോ ഫേസ് ചെയ്യാം? ഇത് രണ്ടും സത്യത്തിൽ ഒരേ ജോണറിൽ വരുന്ന സാധനം തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടെ ഇപ്പോൾ നമ്മൾ ഈ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് ഇന്റർനെറ്റ് റേഡിയോ എന്ന് ഇപ്പം നമ്മൾ പറയുന്ന സാധനം തന്നെ. മുമ്പ് ഈ റേഡിയോയ്ക്ക് നമുക്ക് ഈ ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുള്ള സിഗ്നലും അതിനുള്ള എക്യുപ്മെന്റും ഒക്കെ വേണമല്ലോ. ഇപ്പോൾ ഇന്റർനെറ്റ് വന്നതിന് ശേഷം അതില്ലാതെയായി. ശരിക്കും ഇന്റർനെറ്റ് റേഡിയോയും പോഡ്കാസ്റ്റും ഏതാണ്ട് സിമിലർ തന്നെയാണ്. ഇപ്പൊ വളർന്നു വരുന്ന സോഷ്യൽ മീഡിയയുടെ കാര്യം അറിയാലോ. അപ്പൊ ന്യൂസ് ചാനൽസിന്റെ ആണെങ്കിലും ന്യൂസ് പേപ്പേഴ്സിന്റെ ആണെങ്കിലും ഭാവി ഇനി എന്തായി തീരും? ലൈക്ക് ആൾക്കാർ കൂടുതൽ സോഷ്യൽ മീഡിയയിലോട്ട് അഡാപ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ നോക്കിയത് തന്നെ അറിയാം. ഇപ്പൊ ലെഗസി മീഡിയ ഹൗസസ് എന്ന് നമ്മൾ പറയുന്ന ആൾക്കാരെല്ലാം ഡിജിറ്റലിൽ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഒരു പത്രം എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ പത്രത്തിൽ നാളെ വാർത്ത വന്നാൽ മതിയായിരുന്നു. പക്ഷെ ഇന്നങ്ങനെയല്ല. ഹാപ്പനിങ് സമയം തന്നെ പത്രത്തിന്റെ ഡിജിറ്റൽ വേർഷനിൽ നിങ്ങൾ അപ്ഡേറ്റ് വരുന്നുണ്ട്, വാല്യൂ എഡിഷൻ വരുന്നുണ്ട്. അപ്പോൾ ഒരു ലെഗസി മീഡിയയുടെ ഡിജിറ്റൽ വേർഷൻ എന്ന് പറയുന്നത് നാറ്റീവ് ഡിജിറ്റൽ ഔട്ട്ലെറ്റ്സുമായിട്ട് തന്നെ കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ വളർന്നു വരികയാണ്. ഇപ്പോൾ പലരുടെയും പ്രൈമറി ഇൻകം, ഇപ്പോൾ ഗാർഡിയൻ ഒക്കെ ആണെങ്കിൽ ഗാർഡിയൻ്റെ ഒക്കെ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം ഡിജിറ്റലി എന്ന് വരുന്ന കോൺട്രിബ്യൂഷൻസ് ആണ്. ഇപ്പം ആഡ് റവന്യൂവിനേക്കാളും കൂടുതൽ നിങ്ങൾ ഗാർഡിയൻ കണ്ടാൽ അറിയാം. അവസാനം നിങ്ങൾക്ക് കോൺട്രിബ്യൂഷൻ ചോദിക്കുന്നവർ അവർക്ക് കഴിഞ്ഞ 3-4 വർഷമായിട്ട് ആ ഡിജിറ്റലിൽ വരുന്ന അങ്ങനെ കോൺട്രിബ്യൂഷൻ റവന്യൂ എന്ന് പറയുന്നത് അവരുടെ മാർക്കറ്റിംഗ് റവന്യൂവിനേക്കാൾ കൂടിയ സംഖ്യയാണ്. അപ്പം ഈ ഒരു ട്രഡീഷണൽ പത്രം പോലും അവർ ഡിജിറ്റലിലേക്ക് മാറുവാണ്. അവർ അതിലേക്ക് അഡാപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നവർക്ക് സർവൈവൽ ഉണ്ടാകും. പക്ഷെ അതിനോട് ഇപ്പോഴും ആ മാറ്റത്തിനോട് റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് ഏത് ലെഗസി മീഡിയയിലും അവരുടെ ഭാവി വളരെ മോശമാണ്. കാരണം അതാണ് മാറണം. അപ്പം നിങ്ങൾക്ക് മറ്റേ വേർഷൻ ഉണ്ടാകും. പക്ഷെ നിങ്ങൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്താ പറയുക പ്രൈമറി വേർഷൻ അല്ലെങ്കിൽ നിങ്ങൾ ലീഡ് ചെയ്യാൻ പോകുന്ന ഈ ഡിജിറ്റൽ
വേർഷൻ ആയിരിക്കും. നിങ്ങൾ പ്രിന്റോ അല്ലെങ്കിൽ ചാനലോ എന്ന് പറയുന്നത് നിങ്ങൾ രജിസ്റ്റർ സാധനം അതിനെ പിഗ്ഗി ബാക്ക് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥ വരും. നിങ്ങളുടെ റവന്യൂ വരാൻ പോകുന്ന ഡിജിറ്റലി നിന്നായിരിക്കും. അതിൽ നിന്ന് ക്രോസ് സബ്സിഡൈസ് ചെയ്തായിരിക്കും നിങ്ങൾ പത്രം നടത്തേണ്ടി വരും. കാരണം ന്യൂസ് പ്രിന്റിന്റെ ഒക്കെ വില ഇങ്ങനെ റോക്കറ്റ് ചെയ്ത് പോവുകയാണ്. സോ നിങ്ങൾക്ക് ആ ഡിജിറ്റലി കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ഒരു പങ്കെടുത്തിട്ട് ന്യൂസ് പ്രിന്റ് വാങ്ങിയിട്ട് പത്രം പ്രിന്റ് ചെയ്ത് ഇറക്കണം. ആസ് എ ഹാബിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലെഗസി കീപ്പ് ചെയ്യണമെങ്കിൽ ആ ഒരു ജനറേഷനിലേക്ക് നമ്മൾ ആ ഒരു കാലത്തിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയും നേരം നല്ല രീതിയിൽ ഞാൻ ചോദിച്ചതിനാണെങ്കിലും നല്ല ഇൻഫോർമേറ്റീവ് സെഷൻ പറഞ്ഞു തന്നതിനാണെങ്കിലും ഒരുപാട് നന്ദിയുണ്ട്. സോ അടുത്തൊരു എപ്പിസോഡ് ആയിട്ട് വന്നവരെയും നന്ദി. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ.